പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് സൂചനകൾ. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തൊട്ടുപിന്നാലെ അഴിമതിയും അക്രമവും കാരണം വീണ്ടും വോട്ടെടുപ്പ് നടത്തേണ്ടി വന്ന ഫാൽത്ത മണ്ഡലത്തിലെ ജനവിധിയും തൃണമൂലിന്റെ ജനപിന്തുണ പാടെ തകർന്നടിയുന്നതായാണ് കാണിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും കാരണം തൃണമൂൽ കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ വോട്ട് വിഹിതം 4 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് CPIM സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി വീണ്ടും ഉയരുകയാണ്. വർഷങ്ങളായി ബംഗാളിൽ തുടരുന്ന അഴിമതി, തൊഴിലില്ലായ്മ, തൃണമൂൽ ഗുണ്ടകളുടെ അക്രമ രാഷ്ട്രീയം എന്നിവയ്ക്കെതിരെയുള്ള ബംഗാൾ ജനതയുടെ ശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന കൂട്ടരാജികളും അണികളുടെ ചോർച്ചയും മമതാ ബാനർജിയുടെ പാർട്ടിയെ ആകെ ഉലച്ചിരിക്കുകയാണ്. ഡയമണ്ട് ഹാർബർ ഉൾപ്പെടെയുള്ള തൃണമൂലിന്റെ ശക്തമായ കോട്ടകളിൽ നിന്ന് പോലും ജനപ്രതിനിധികൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുന്നത് പാർട്ടിയുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു.